വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മോർ സ്റ്റീൽ മോർ സ്ട്രെങ്ത് എന്നുള്ള ആശയമല്ല. കോൺക്രീറ്റ് സ്ട്രക്ചറിൽ അധികമായിട്ട് സ്റ്റീൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രെങ്ത് ആണ് എന്നുള്ള ധാരണയാണ് പൊതുവേ ഉള്ളത്. ശരിക്കും അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. സ്റ്റീൽ അധികമായാൽ കോൺക്രീറ്റ് ചെയ്യാനും വൈബ്രേറ്റ് ചെയ്യാനും കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അത് കാരണം ഹണി കോമ്പിങ്, വോയിഡ്സ് പോലുള്ള ദോഷങ്ങൾ സ്ട്രക്ചറിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, നമുക്ക് വാർണിംഗ് ഇല്ലാതെ തന്നെ സ്ട്രക്ചർ പെട്ടെന്ന് ഫെയിൽ ആവുകയും ചെയ്യും. പിന്നെ ക്രാക്കിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്ത് കോസ്റ്റ് ഒരുപാട് കൂടും. കാരണം സ്റ്റീൽ ഒരുപാട് കൂടുമ്പോൾ കോസ്റ്റും ഒരുപാട് കൂടും. അപ്പോൾ കൺസ്ട്രക്ഷൻ ഒരിക്കലും എക്കണോമിക്കൽ ആവാൻ ചാൻസ് ഇല്ല. ഇതിനെക്കുറിച്ച് നമ്മുടെ കോഡിനകത്ത് IS കോഡിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ഓവർ റീൻഫോഴ്സ്ഡ് സ്ട്രക്ചർ എന്ന് പറയും. ഈ ഒരു കണ്ടീഷനിൽ സ്ട്രക്ചർ ആക്ച്വലി വാർണിംഗ് ഒന്നും കൂടാതെ തന്നെ പെട്ടെന്ന് തന്നെ ഫെയിലിയർ ആവും. അതിന് വേറൊരു പേരാണ് ബ്രിട്ടിൽ ഫെയിലിയർ എന്നും കൂടെ ഇതിനെ പറയപ്പെടുന്നുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റീൽ നമുക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. അതുമാത്രമല്ല, സ്ട്രക്ചറിന് ഒരുപാട് റിസ്ക് ആണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു കൺസ്ട്രക്ഷനിലോട്ട് കടക്കാനായിട്ട്.